ബൈ അമ്മ. നീ ഇന്ന് മുട്ട മേടിച്ചിട്ട് വന്നോളാം ഏട്ടാ. ആ നോട്ട് എടുത്തിട്ടുണ്ട്. നോട്ട് കറക്റ്റായിട്ട് എഴുതിക്കോളേട്ടാ. അല്ല ഞാൻ എഴുതിയല്ലേ ഇനി. അങ്ങനെ അമ്മന്ന് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇന്നും കൂടി നോട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മോട് നിന്ന് ക്ലാസ്സിൽ ഇരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെ മൂപ്പര് നോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കിരുന്നു. പിന്നെ പദ്രിക്ക് ഫുഡ് കൊടുത്തു. അവനൊന്നും ഇഷ്ടമില്ലാത്ത കറി ചെയ്തുകൊണ്ടാട്ടോ ഞാൻ വരി കൊടുത്ത്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കൊടുത്ത് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. കഴുകുന്ന ഒരു വീട് ക്ലീനിങ് ഡേ കൂടി ഇരുന്നു. എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 2:30 ആ ഒരു ടൈമായി. അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അമ്മ ഇന്ന് ഉപ്പേരിയും മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കോഴിമുട്ടയും കൂടിയും പൊരിച്ചു കഴിച്ചു. കാരണം ഒരുപാട് ദിവസം ഹോസ്റ്റലിൽ നിന്നിട്ട് വീട്ടിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വരുടെ ഒരു വികാരം ഉണ്ടല്ലോ. ഞാൻ ആ ഫുള്ള് ചോറും കുറഞ്ഞ ടൈമിൽ തന്നെ ഞാനത് കഴിച്ച് ഫിനിഷ് ചെയ്തു. പിന്നെ ഞാൻ തണ്ണിമത്തൻ കഴിച്ചു. 3 തണ്ണിമത്തൻ ഞാൻ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഞങ്ങൾ 2 പേര് ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കിരിക്കുമ്പോൾ അവ എത്തി നോക്കണത്. അങ്ങനെ അവനും കൊടുത്തു. പിന്നെ മിറ്റടിക്കാൻ പോയി. സന്ധ്യ ആകുമ്പോഴേക്കും മിറ്റടിച്ച് വിളക്ക് വെക്കണമായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചു. ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസാണ്. എനിക്ക്